എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു ഓൺ വോയിസ് വന്നിരിക്കുന്നത് നമ്മളുടെ വീഡിയോയ്ക്ക് വന്നിട്ടുള്ള ഒരു കമൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. അതിൽ പറയുന്നത് ദൈവം പോലും എന്നെ കൈവിട്ടു പോയിരിക്കുകയാണ്, എന്നെ കേൾക്കാൻ പോലും ആരും ഇല്ലാത്തൊരവസ്ഥയിലാണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കമൻറ്റ് ഇട്ട്. സുഹൃത്തെ, ഞാൻ പറയുകയാണ്, അതിൻ്റെ കൊടുമുടി കയറി വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. സോ അതിൻ്റെ ബേസിലാണ് ഞാൻ പറയുന്നത്. എനിക്കത് പറയാനുള്ള ഒരു അർഹതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ദൈവം കറക്റ്റ് ടൈമിൽ നമ്മളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും ഭഗവാൻ. എന്നാൽ കറക്റ്റ് ടൈം ആകുമ്പം നമുക്കത് നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ഘട്ടം വരുന്നു എന്ന് തോന്നുമ്പം ഉറപ്പായിട്ടും ദൈവം വരും, ഹോൾഡ് ചെയ്യും. ദൈവം വരിക എന്ന് പറയുന്നത് ദൈവം മനുഷ്യൻ്റെ രൂപത്തിൽ തന്നെയാണ്. നമ്മൾ നമ്മുടെ കർമ്മം കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, പരാതി പറയാതിരിക്കുക, ദൈവം എന്നെ കേൾക്കുന്നില്ല കാണുന്നില്ല എന്ന് പറയാതിരിക്കുക. പകരം നമ്മളൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ ശരിക്കും എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയോ? ദൈവമേ, എനിക്ക് വരുന്ന ഓരോ സാഹചര്യങ്ങളെയും എൻ്റെ മോശം അവസ്ഥയും എനിക്ക് എന്താ പറയുക, എനിക്കത് കടന്നു പോകാനുള്ള ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകാനുള്ള മനോധൈര്യം എനിക്ക് തരണേ ദൈവമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്ലാണ്ട് എനിക്ക് കുറേ സ്വത്ത് തരണേ, എനിക്ക് കുറേ പൈസ തരണേ, അതൊന്നല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഏതൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും അതിനെ തരണം ചെയ്യാനുള്ള ഒരു മനോനില അല്ലെങ്കിൽ മനസ്ഥിതി എനിക്ക് തരണേ ഭഗവാനെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. സോ അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ. ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവം എന്നെ കേൾക്കുന്നില്ല കാണുന്നില്ല എന്നുള്ള പരാതി പറയാതിരിക്കുക. പകരം ഭഗവാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മം ചെയ്യാനുള്ള, കർമ്മത്തിലൂടെ കടന്നു പോകാനുള്ള അവസരമാണ് തന്നുകൊണ്ടിരിക്കുന്നത്. വേറൊരു കാര്യം പറയട്ടെ, നമ്മുടെ പാസ്റ്റ് ലൈഫായിട്ട് നമ്മുടെ ഈ ഒരു ജന്മത്തിന് ഒരുപാട് ബന്ധങ്ങളുണ്ട്. കഴിഞ്ഞ പല ജന്മങ്ങളിലും നമ്മൾ ചെയ്തിട്ടുള്ള ഒരുപാട് ബാഡ് കർമാസ് ഉണ്ടാവും. അതിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും 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 ജനിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു പഴയ ജന്മത്തിൽ, മുജ്ജന്മത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മകളൊക്കെ ഇവിടെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിങ്ങനെ ഒരു മോശം അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പം ആ കർമ്മ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ നമുക്ക് കഷ്ടപ്പാടുകൾ തന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെയിലി 2 നേരം വിളക്ക് വെച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. നമ്മൾ വെറുതെ വിളക്ക് വെച്ചാൽ പോരാ. ഇപ്പോഴും ഞാൻ പലർക്കും അറിയില്ല എന്താണ് ചെയ്യേണ്ടതെന്ന്. വിളക്ക് വെറുതെ വെച്ചാൽ പോരാ, വിളക്ക് വെച്ച് നാമജപം ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഹരേ രാമ ഹരേ രാമ അത് ചൊല്ലാം. ഇനിയില്ലെങ്കിൽ ദേവീനെ ആരാധിക്കുന്നവരാണെങ്കിൽ ലളിതാ സഹസ്രനാമം ചൊല്ലാം. ലളിതാ സഹസ്രനാമം കേൾക്കുന്നത് പോലും നല്ലതാണ്. അപ്പോൾ അത് ചെയ്യുക. ഇനിയില്ലെങ്കിൽ ദേവീൻ്റെയോ മുരുകൻ്റെയോ ശിവഭഗവാന്റെയോ നാമജപങ്ങൾ, വിഷ്ണു ഭഗവാന്റെയോ നാമജപങ്ങൾ നിങ്ങൾ ചൊല്ലുക. ഒരു അരമണിക്കൂർ നിങ്ങൾ നാമജപത്തിനായി മാറ്റി വെക്കുക. നിങ്ങൾക്ക് മാറ്റങ്ങൾ കാണാം. നമ്മൾ വിചാരിക്കുന്നത് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ആയി, അങ്ങനെയല്ല. നാമം ജപിക്കുക എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക. പിന്നെ ഇപ്പം ആണെങ്കിൽ ശനിയുടെ അപഹാരം എല്ലാ നാളുകാരെയും ബാധിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. ഇതാണ് ഇതുവരെ ഉണ്ടായിരുന്നൊരു ഘട്ടം തന്നെ മാർച്ച് മുതലാന്ന് തോന്നുന്നു. ശനി ദശ മാറിക്കൊണ്ടിരിക്കുകയാണ്, മാറാൻ പോവുകയാണ്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നല്ല സന്തോഷത്തിലിരിക്കുന്നവർക്കൊക്കെ ദുഃഖത്തിലിരിക്കുന്ന ആളുകൾക്കൊക്കെ മാർച്ചിന് ശേഷം ഒരു സന്തോഷവും വരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് രാഹു കേതുവിൻ്റെയൊക്കെ മാറ്റം ഇനി വരാൻ പോകുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുക? ഭക്തിപൂർവ്വം ഇരിക്കുക. കലികാലമാണ്, ഒരുപാട് ഭക്തിപൂർവ്വം ഇരിക്കുക, നാമം ജപിക്കുക, ഭഗവാനെ മനസ്സിൽ കൊണ്ട് നടക്കുക, വിശ്വസിക്കുക. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം, നമ്മുടെ ആരാധനാമൂർത്തി ഉണ്ടാവുമല്ലോ, അവരെ അകമഴിഞ്ഞ് വിശ്വസിക്കുക, ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. എനിക്ക് എന്ത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും അത് തരണം ചെയ്യാനുള്ള ശക്തി തരണേ ഭഗവാനെ എന്ന് പറയുക. പാസ്റ്റ് ലൈഫ് ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും ഭഗവാനോട് അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിനോട് നമ്മൾ എന്ത് ചെയ്യുക? മാപ്പ് കേട്ടുകൊണ്ടിരിക്കുക. എനിക്ക് മാപ്പ് തരണേ, ഞാൻ മുൻജന്മത്തിൽ ചെയ്തിട്ടുള്ള എന്തൊക്കെ തെറ്റുകൾ അറിവില്ലായ്മയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് മോക്ഷം തരണേ, എന്നോട് ക്ഷമിച്ചു തരണേ ദൈവമേ. ഈ ലോകത്ത് ക്ഷമിച്ചു തരാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. ഇനിയിപ്പം എല്ലാവർക്കും ഞാൻ പറഞ്ഞല്ലോ, ശനിദശയാണ് വരാൻ പോകുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? ശനിയാഴ്ച ദിവസങ്ങളിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സാധനം ഉപേക്ഷിക്കുക. അപ്പോൾ ചെരുപ്പിട്ട് നടക്കുന്നവരാണെങ്കിൽ ചെരുപ്പ് ഉപേക്ഷിക്കാം. ഇനിയില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഭക്ഷണമാണെങ്കിൽ അത് ഉപേക്ഷിക്കാം. എന്നെപ്പോലെ ഇങ്ങനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ മേക്കപ്പ് ഉപേക്ഷിക്കാം. അന്നത്തെ ദിവസം മേക്കപ്പ് വേണ്ട. മൗനവ്രതം ആചരിക്കുക, കാക്കയ്ക്കൊക്കെ ഭക്ഷണം കൊടുക്കുക. പിന്നെ പാവപ്പെട്ട ആളുകൾക്ക്, ആരെങ്കിലും തെരുവിലൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ടാവില്ല, ഒരു നേരത്തെ ഭക്ഷണം അന്നത്തെ ദിവസം അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക. വെള്ളവും കൂടെ വാങ്ങിച്ചു കൊടുക്കുക. കാരണം ചൂടുകാലമാണ് വരാൻ പോകുന്നത്, നിർബന്ധമായിട്ടും വെള്ളവും കൂടെ വാങ്ങിച്ചു കൊടുക്കുക. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക.
മനസ്സൊക്കെ നല്ല ശുദ്ധിയോടുകൂടി വെക്കുക, ആരോട് ദേഷ്യം വിദ്വേഷവും ഒന്നും ഇല്ലാതെ ഇരിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ, ഒരുപാട് മാറ്റം ഉണ്ടാകും. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ സാത്വികമായിട്ട് ചെയ്യുന്നു. സാത്വികമല്ലാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ചെയ്തിടുന്ന ആളുകളൊക്കെ ഉണ്ട് അല്ലേ. സോ നമുക്ക് എന്തെങ്കിലും പറ്റിപ്പോവാനോ അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പോകുന്ന കാണുമ്പം അസൂയയുടെ പുറത്ത് എന്തെങ്കിലും കൂടോത്രം പോലുള്ള അവിചാര ക്രിയകളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് നിങ്ങൾ പ്രത്യേകം ജ്യോത്സ്യനെ കണ്ട്, നല്ല അറിവുള്ള ഏതെങ്കിലും ജ്യോത്സ്യനെ കണ്ട് നോക്കി അതിന് അങ്ങനെ ഉണ്ട് എങ്കിൽ അതിനുള്ള പരിഹാരം കൃത്യമായിട്ട് അവരോട് ചോദിക്കുക വേണം കേട്ടോ. പലർക്കും അറിയില്ല എങ്ങനെയാണ് ചോദിക്കുന്നത്. ചോദിക്കുക, എനിക്കിങ്ങനെ കഷ്ടകാലമുണ്ട്, ആരെങ്കിലും എന്തെങ്കിലും അഭിചാരം ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കി തരുമോ തിരുമേനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പണിക്കരെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ നോക്കി കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും. ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്, എന്നാൽ നിങ്ങൾ ഇങ്ങനെ ക്ഷേത്രങ്ങളിലൊക്കെ ഒന്ന് പൊയ്ക്കോളൂ എന്ന് പറയും. ഇനി എൻ്റെ ഒരു സജഷനിൽ പറയുകയാണെങ്കിൽ നെച്ചൂളിപ്പൊയിൽ നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ട് പോവാം. നല്ല ഒരു ക്ഷേത്രമാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവിടുത്തെ തിരുമേനി നോക്കിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കോഴിക്കോട് ഇപ്പോൾ എനിക്ക് അറിയുന്ന ഒരു ക്ഷേത്രം ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് അവിടെ പോയിട്ട് അന്വേഷിക്കാം, ചോദിക്കാം. അവരുടെ പേജായിട്ട് ഞാൻ കൊളാപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ഒന്ന് നോക്കുക. ഏറ്റവും ആത്യന്തികം വിശ്വസിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, ദൈവത്തിൽ വിശ്വസിക്കുക, നാമജപത്തിൽ ത്തിന് പ്രാധാന്യം കൊടുക്കുക. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എല്ലാവർക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.